കൊല്ലം കൊട്ടാരക്കര പത്തടിയിൽ 7 പേർക്ക് കടന്നൽ കുത്തേറ്റു. പാടത്ത് കപ്പ കൃഷി ചെയ്തിരുന്ന 4 കർഷക തൊഴിലാളികൾക്കും നാട്ടുകാരായ 3 പേർക്കുമാണ് പരിക്കേറ്റത്. 72 വയസ്സുകാരനായ തുളസീധരൻ ഗുരുതരാവസ്ഥയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ ഈ കടന്നൽ കുത്തേറ്റ് ബഹളം കേട്ടോണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ കൊണ്ട് കൈലിയും തോർത്തും ബെഡ്ഷീറ്റുമായിട്ട് ഇങ്ങനെ കടന്നലിനെ മാറ്റിക്കൊണ്ട് നിൽക്കുമായിരുന്നു. 4 പേരുണ്ടായിരുന്നു, മൊത്തം 5 പേരായിരുന്നു. ബാക്കിയുള്ളവർ 4 പേര് കൊട്ടാരക്കര ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റാണ്. പുള്ളി ഈ തുളസി എന്ന് പറഞ്ഞ ആൾ ഇയാൾക്കാണ് ഇച്ചിരി പ്രശ്നം കൂടുതലുണ്ട്. കാരണം തലയ്ക്കും അതിൻ്റെ ചെവിക്കകത്തും ഒക്കെ ഈച്ച വന്ന് കയറി കുത്തിയിരുന്നതാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഡോക്ടർ പിന്നെ കുത്തിയെടുത്താണ് ചെവിയുന്നത്. എന്തുവാണെന്ന് അറിയാൻ വയ്യ. കടന്നലാണോ ഈ തേനീച്ചയാണോ കടന്നലാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ കുത്തിയെടുത്തായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഒരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. എങ്ങനെയുണ്ട് എല്ലാവർക്കും? പൂജ 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. സുഗതൻ എന്ന് പറയുന്ന കോട്ടാത്തല സ്വദേശിയുടെ മരച്ചേരിപ്പാടത്ത് കൃഷി ചെയ്യുകയായിരുന്നു ഇവർ. ഈ സമയത്താണ് കടന്നൽ കൂട്ടമായി എത്തിയവരെ ആക്രമിച്ചത്. 5 പേരായിരുന്നു കൃഷിസ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. തുളസീധരൻ എന്ന് പറയുന്ന ആൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ചെവിയിലൂടെ കടന്നൽ കയറിയിട്ടുണ്ട്. 72കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ ചികിത്സയ്ക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കി 4 പേരെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഈ തൊഴിലാളികളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് സമീപത്തുള്ള വീട്ടിലെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരിൽ ഒരാൾക്ക് കുത്തേറ്റു. ഒപ്പം തന്നെ ബൈക്കിൽ ഈ സ്ഥലത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു ബിജു എന്ന് പറയുന്ന യുവാവിനും കുത്തേറ്റിട്ടുണ്ട്. ഈ കടന്നൽ എവിടെ നിന്നാണ് വന്നതെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് കടന്നലിന്റെ ആക്രമണം ഉണ്ടായിട്ടില്ല. നേരത്തെ എവിടെ നിന്നെങ്കിലും ഈ കടന്നൽ കൂട് തകർത്ത സമയത്ത് പെട്ടെന്ന് പറന്നു വന്നതാണോ എന്നുള്ളൊരു സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടന്നൽ കുത്തേറ്റ് ആൾക്കാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടന്നലിനെ കൊല്ലാൻ വേണ്ടിയുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്.